ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ആ വീഡിയോൻ്റെ കണ്ടിന്യൂ ആണിത്. അപ്പോൾ ഞാൻ എനിമ കൊടുത്തിട്ട് 8:30 പോകാൻ പറഞ്ഞിട്ടെന്ന് പറഞ്ഞില്ല. അതിന് ശേഷം ഞങ്ങൾ അവൾക്ക് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നു. അപ്പോൾ റംഷാദ് വണ്ടിയിൽ എന്തോ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടോ അതോ എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതും എടുത്തിട്ട് അപ്പോൾ വീഡിയോ എനിക്ക് കുറേ ക്ലിപ്പുകളൊന്നും ഇതിലില്ല, കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനതാ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയി. അവൾക്ക് ചൂടായിട്ട് കഞ്ഞി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോയി. അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ വാങ്ങിച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്തോ ഉപ്പേരി അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്കും ഫുഡ് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇതിക്കുട്ടി ഇവിടെ ബെഡിൽ കിടക്കുന്നുണ്ട്, ഉറങ്ങാൻ സമയം തോന്നുന്നു. രാവിലെ തൊട്ട് റംഷാൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ വൈകിട്ടാണ് വന്നത്, കാർട്ടൂൺ കണ്ടിട്ട് കിടക്കുകയാണ്. പിന്നെ ഞങ്ങൾ വെള്ളം കൊടുക്കണം, വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കൊടുക്കാൻ വേണ്ടി പോകണം. ആകെ മൊത്തം ടെൻഷനാണ് ഗൈസ് ഇപ്പം. കാരണം അവൾക്ക് വേദന വന്നു തുടങ്ങി. 8:30 പോകാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവൾക്ക് വേദന വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിമ കൊടുത്തതിന് ശേഷം നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം പിടിക്കാൻ വന്നിട്ട് ഈ വെള്ളമാണെങ്കിൽ വരുന്നത് തന്നെ ചെറുതായിട്ട് ഇന്ന് നിന്ന് നാളെ നിറയുള്ളൂ ഗൈസ്. അങ്ങനത്തെ അവസ്ഥയാണ് അവിടുത്തെ ഹോസ്പിറ്റലിൽ. വെള്ളം ചെറുതായിട്ട് വരുള്ളൂ. അപ്പം അങ്ങനെ അവിടെ വെള്ളമൊക്കെ പിടിച്ചിട്ട് ഞാൻ വെള്ളം കൊണ്ട് റൂമിലേക്ക് പോകാൻ കേട്ടോ. കാണുന്ന ലാസ്റ്റ് റൂമാണ് കേട്ടോ നമ്മുടെ ഇത്. അപ്പോൾ അവളവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവൾക്ക് നല്ല പെയിൻ തുടങ്ങി. അവൾ കുറച്ച് ഫുഡ് കഴിക്കുമ്പോഴേക്കും നല്ല പെയിനായിട്ടോ. ഞങ്ങൾക്ക് ആരും ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അവിടെ എല്ലാം വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ റൂമിൽ പോയിട്ടുണ്ട്. ഇത് അവിടെ ഉറങ്ങുകയാണ്. പിന്നെ ആകെ മൊത്തം ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അവൾക്കിപ്പോൾ നന്നായി പെയിൻ കൂടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അകത്ത് പോയിട്ട് വന്നോളൂ. എന്താ ടെൻഷൻ അടിക്കുന്നു. അപ്പോൾ എനിമ കൊടുത്തതിന് ശേഷം അവൾക്ക് നല്ല പെയിനായി. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അപ്പുറത്തപ്പുറത്തൊക്കെ നിൽക്കുകയാണ് കേട്ടോ, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഞാനവിടെ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ്. പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചാൽ പോകണ്ടേ. അപ്പോൾ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം പോയിട്ട് വന്നു. പിന്നെ അവളുടെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി ഗൈസ്. ഞാൻ സത്യത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എല്ലാ ക്ലിപ്പുകളും എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ നമുക്ക് എല്ലാ ക്ലിപ്പുകളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഒന്നും പറ്റില്ല എടുക്കാൻ. എനിക്കത് എന്താ പറയുക, ഞാൻ പുറത്തൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഒന്നും എടുക്കാൻ തോന്നില്ല. പിന്നെ ഞാൻ കുഞ്ഞിനെ കാണിച്ച് തരുമ്പോൾ പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊക്കെ കൊണ്ടുവന്നു, പ്രതീക്ഷിച്ചേ ഇല്ല. പെട്ടെന്ന് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളിത് അവിടെ ആരുമില്ല കേട്ടോ. ഇന്ന് ഡെലിവറിക്ക് വേണ്ടി ജംഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയും ഉണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ കുറച്ച് സംസാരിക്കാമെന്ന് വെച്ച് വീണ്ടും അതേ ക്ലിപ്പുകൾ തന്നെ ഇട്ടതാണ് കേട്ടോ. കാരണം വേറെ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് ഞങ്ങളുടെ എന്താ പറയുക, നല്ലൊരു പ്രഷ്യസ് ആയൊരു മൊമെൻറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടി വന്നു. അങ്ങനെ ഞങ്ങളുടെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ 9:11 രാത്രി 9:11 11-ാം തീയതി രാത്രി 9:11 ഞങ്ങൾക്കൊരു ആൺകുട്ടി ജനിച്ചു. തകുടുവാവ ഐതിക്കുട്ടി ഒരിക്കലായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷമായിരുന്നു കേട്ടോ. ഞങ്ങൾ അത്രയും ടെൻഷൻ അടിച്ച് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഡോക്ടർ പറഞ്ഞൊരു 12-1 മണിൻ്റെ ഉള്ളിലൊക്കെ ഡെലിവറി ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ നേരത്തെ തന്നെ ആയി, കുഴപ്പമൊന്നുമില്ല, നോർമൽ ഡെലിവറി ആയിരുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. ടാറ്റാ.